ഇന്ന് സോഷ്യൽ മീഡിയയാകെ ഇളക്കിമറിച്ചത് ബോളിവുഡിലെ പവർ കപ്പിളായ ദീപിക പദുകോണിന്റെയും രൺവീർ സിംഗിന്റെയും ഒരു പോസ്റ്റാണ്. വീണ്ടും താൻ ഗർഭിണിയാണെന്നും രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണെന്നുമാണ് താരദമ്പതികൾ അറിയിച്ചത്. പ്രഗ്നൻസി ടെസ്റ്റ് സ്ട്രിപ്പ് പിടിച്ചു നിൽക്കുന്ന മകൾ ദുവ സിംഗിന്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് ഇരുവരും സന്തോഷവാർത്ത ആരാധകരെ അറിയിച്ചത്. മറ്റ് ക്യാപ്ഷനുകളോ നീണ്ട കുറിപ്പുകളോ ഉണ്ടായിരുന്നില്ല. പകരം 2 ഈവിൾ ഐ ഇമോജികൾ മാത്രമായിരുന്നു ക്യാപ്ഷൻ. മകൾ ദുവയുടെ മുഖത്തിന്റെ പാതി ഭാഗവും കൈകളും മാത്രമേ ഫോട്ടോയിൽ കാണാൻ സാധിക്കൂ. പോസ്റ്റ് നിമിഷനേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലാകെ കത്തിപ്പടർന്നു. പോസ്റ്റിന് താരങ്ങളുടെ ആരാധകരിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും വേണ്ടപ്പെട്ട സഹപ്രവർത്തകരിൽ നിന്നും പ്രതികരണങ്ങൾ ലഭിച്ചു. സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന സന്ദേശങ്ങളുടെ പ്രവാഹമായിരുന്നു. എല്ലാവരും ദീപികയ്ക്കും രൺവീറിനും ആശംസകൾ നേർന്നപ്പോൾ മറ്റു ചിലർ അറപ്പുളവാക്കുന്ന കമന്റുകൾ കുറിക്കുകയാണ് ചെയ്തത്. അതിൽ ഏറെയും ദുവയെക്കുറിച്ചായിരുന്നു. ദുവയുടെ നിറമായിരുന്നു പലരുടെയും പ്രശ്നം. ഒരാൾ കുറിച്ചത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ നിറം 2 മാതാപിതാക്കളിൽ നിന്നും ഇത്ര വ്യത്യസ്തമാകുന്നത് എന്നായിരുന്നു ആ കമന്റ്. രൺവീറിന്റെയും ദീപികയുടെയും വീറ്റിഷ് കളർ ദുവയ്ക്ക് കിട്ടിയിട്ടില്ലെന്നും കുഞ്ഞിന് ഇരുനിറമാണെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുമാണ് ചിലർ കുറിച്ചത്. കഷ്ടി 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നിറത്തിന്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് നടത്തിയത് നെറ്റിസൺസിൽ പലരിലും അതൃപ്തിയുണ്ടാക്കി. അറപ്പുളവാക്കുന്ന കമന്റ്: നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യക്കാർ, തൊലിയുടെ നിറത്തോട് വളരെയധികം ആഭിമുഖ്യം കാണിക്കുന്നു. ഇത് മാറേണ്ടതല്ലേ? ഇത്തരം കമന്റുകളും സോഷ്യൽ ഓഡിറ്റിംഗും നടക്കുമെന്നറിയാവുന്നതുകൊണ്ടാണ് താരങ്ങൾ കുഞ്ഞുങ്ങളുടെ മുഖം വെളിപ്പെടുത്താത്തതും സമൂഹത്തിൽ നിന്നും ഒരു കാലം വരെ മറച്ചുപിടിക്കുന്നതും. ഇത് വടക്കേ ഇന്ത്യക്കാരിൽ മാത്രം കണ്ടുവരുന്ന ചിന്താഗതിയല്ല. നിറത്തിന്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നവർ ഉണ്ടെന്നത് ഒരു പാൻ ഇന്ത്യ പ്രശ്നമാണ്. പ്രാദേശിക സിനിമകൾ നോക്കൂ, നായികമാരെ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും എന്നായിരുന്നു കുഞ്ഞിന്റെ നിറത്തിനെ പരിഹസിച്ചവർക്കെതിരെ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. കുട്ടിയുടെ നിറം അവളുടെ മാതാപിതാക്കളുടെ നിറത്തിന് സമാനമായിരിക്കണം, അല്ലേ? അതാണ് ജനിതകശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രതിഭാസം. ഒരു കുട്ടി പിറന്നാൾ ഒന്നുകിൽ മാതാപിതാക്കളെപ്പോലെ ആയിരിക്കണം. നിറവും അതിലുൾപ്പെടുന്നു. ജനിതകശാസ്ത്രം തള്ളിക്കളയാനാവില്ലെന്ന് അഭിപ്രായ പ്രകടനം നടത്തിയവരുമുണ്ട്. ദീപികയുടെയും രൺവീറിന്റെയും പഴയകാല ഫോട്ടോകൾ തെളിവായി കൊണ്ടുവന്ന് ദുവയ്ക്കുവേണ്ടി വാദിച്ച ആരാധകരുമുണ്ട്. 2024 സെപ്റ്റംബർ 8-നാണ് ദീപിക പദുകോണിനും രൺവീർ സിംഗിനും മകൾ ദുവ പിറന്നത്. 1 വർഷത്തിനു ശേഷം ദീപാവലി നാളിലാണ് മകളുടെ ചിത്രങ്ങൾ ആദ്യമായി താരദമ്പതികൾ ലോകത്തെ കാണിച്ചത്. അമ്മയുടെ കൈകളിലിരുന്ന് പുഞ്ചിരി തൂവുന്ന കുഞ്ഞ് ദുവയുടെ ചിത്രങ്ങൾ അന്ന് വൈറലായി മാറിയിരുന്നു. മകളുമായി എവിടെയും ഇരുവരും പ്രത്യക്ഷപ്പെടാറില്ല. വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന ദീപികയും രൺവീറും 2018-ൽ ഇറ്റലിയിൽ വെച്ചാണ് വിവാഹിതരായത്. 2024-ൽ ദുവ കൂടി വന്നതോടെ കുടുംബം വലുതായി. മാതൃത്വത്തെക്കുറിച്ചുള്ള തന്റെ ചിന്തകൾ ദീപിക ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. പുതിയ അമ്മമാർ അനുഭവിക്കുന്ന കുറ്റബോധത്തെ